നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ഞാൻ വേണു പരമേശ്വർ. അക്ഷരങ്ങൾ അച്ചുകൂടങ്ങളിലൂടെ കടന്ന് കമ്പ്യൂട്ടറുകളിലേക്ക് വളർന്നപ്പോൾ ആ ഭാഷാ മുന്നേറ്റത്തിൽ നമ്മുടെ മലയാളവും കൈകോർത്തു. മാതൃഭാഷയിലൂടെ സർവകലാശാല പഠനത്തിന് പിൻബലമേകുക എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് രാജ്യത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കപ്പെട്ടത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ വിശദാംശങ്ങളാണ് ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പരിശോധിക്കുന്നത്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കൈപ്പിടിയിലകപ്പെട്ട് മുഖ്യധാരയിൽ നിന്ന് അകന്നുപോയ നമ്മുടെ പ്രാദേശിക ഭാഷകൾ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലാണ്. പ്രാദേശിക ഭാഷാ വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്താൻ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ മലയാളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനമാണ് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 1968 സെപ്റ്റംബർ 16 ഈ സ്വയംഭരണ സ്ഥാപനം നിലവിൽ വന്നത്. പ്രശസ്ത പണ്ഡിതനും കവിയുമായ NV കൃഷ്ണവാര്യരായിരുന്നു ആദ്യ ഡയറക്ടർ. ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായും മാതൃഭാഷയിലാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളടക്കം 5000-ഓളം പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞത്. ഇത് കേന്ദ്ര പദ്ധതി അനുസരിച്ചുള്ള ഒരു സ്ഥാപനമാണ്. പ്രാദേശിക ഭാഷകളിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാകണമെന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് എല്ലാ പ്രാദേശിക ഭാഷകളിലും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം അന്ന് കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത്. ഇപ്പോൾ 50 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 5000-ഓളം പുസ്തകങ്ങൾ ഇതിനോടകം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവകലാശാല പാഠ്യപദ്ധതികൾക്കായി അഖിലേന്ത്യാ തലത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 100 കണക്കിന് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി. അഖിലേന്ത്യാ തലത്തിൽ പഠിപ്പിച്ചു വന്നിരുന്ന പല പാഠപുസ്തകങ്ങളും, പ്രത്യേകിച്ച് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലുള്ള പാഠപുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നു. അധ്യാപകർക്കത് പ്രയോജനകരമായിരുന്നു. അഡ്വാൻസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന RC മജുംദാർ, KK ദത്ത, RK മുഖർജി എന്നീ 3 പേർ എഴുതിയ പുസ്തകം മലയാളത്തിൽ തർജ്ജമ ചെയ്ത് ഇപ്പോഴും വളരെ പ്രസക്തമായി നിൽക്കുന്നു. അതിപ്പോഴും പാഠപുസ്തകമായിട്ട് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ, കല, സാഹിത്യം, സാമൂഹിക ശാസ്ത്രം, ആരോഗ്യം, കൃഷി, ഫോക്ലോർ, ബാങ്കിംഗ് തുടങ്ങിയ 25ഓളം വ്യത്യസ്ത മേഖലകളിലായാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. നേരത്തെ ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ഡോക്ടർ MV പൈൽ ഇറക്കിയ പുസ്തകമാണ്. നിരവധി വാല്യങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. അതുപോലെ ലോക ചരിത്രം എന്ന പേരിൽ പ്രൊഫസർ ഇ ശ്രീധരനും KP ദേവാസും കൂടി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഇറക്കുന്നുണ്ട്. മറ്റത് ചരിത്ര രചനാശാസ്ത്രം എന്ന പേരിൽ പ്രൊഫസർ ഇ ശ്രീധരൻ എഴുതിയ പുസ്തകം, അത് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക്, ചരിത്രം പഠിക്കുന്നവർക്ക് ആകർഷകമായിട്ടുള്ളതാണ്. അതേപോലെ നിരവധി സാഹിത്യ പഠന ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ AR-ൻ്റെ കൃതികൾ പലതും നമ്മൾ ഇറക്കിയതാണ്. വയലാറിൻ്റെ കൃതികളെക്കുറിച്ചുള്ള പഠനങ്ങൾ, ONV കൃതികളുടെ സമ്പൂർണ്ണ കൃതി വരാൻ പോകുന്നു, പക്ഷേ പ്രത്യേകിച്ചുള്ള പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കുമാരനാശാൻ്റെ കാവ്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനവും വന്നിട്ടുണ്ട്, പ്രത്യേകം പഠനങ്ങളും വന്നിട്ടുണ്ട്. അതൊക്കെ ഭാഷാ പഠനത്തിന് അങ്ങേയറ്റം സഹായകരമാണ്. ഇപ്പോൾ ഞങ്ങൾ വേറൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്, പണ്ടൊരു 4 വാല്യങ്ങളായിട്ട് വിശ്വസാഹിത്യ കൃതികൾ എന്ന പേരിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ പേൾബക്ക് അല്ലെങ്കിൽ ഇബ്സൺ, ഹെമിംഗ്വേ അങ്ങനെയുള്ള ആൾക്കാരുടെ കൃതികൾ പണ്ട് അവരുടെ ഒരു കൃതിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ ചേർത്ത് ഒരു 4 വാല്യങ്ങളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ സാഹിത്യകാരന്മാരുടെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ചുള്ള പഠനം ലഘുഗ്രന്ഥങ്ങളായി ഞങ്ങൾ ഇറക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർക്ക്, പാശ്ചാത്യ സാഹിത്യം പഠിക്കുന്നവർക്കും പ്രയോജനകരമായിരിക്കും. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്ലംബിംഗ് ഉണ്ട്, സർവേ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റബ്ബർ ടാപ്പിങ്, അങ്ങനെ കേരളത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾ പങ്കെടുക്കുന്നത്, തൊഴിലാളികൾ ഉള്ളത്, ആ മേഖലകളിലെ ഏതാണ്ട് മിക്ക രംഗങ്ങളിലുള്ളതിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും തൊഴിൽ മേഖലകളിൽ ആളുകളെ ആകർഷിക്കുവാനും തൊഴിൽ മേഖലയിലുള്ളവർക്ക് ഒരു ട്രെയിനിങ് എന്ന നിലയ്ക്ക് അവരെ പരിശീലിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മളത് ആ ഒരു സീരീസ് തന്നെ തുടങ്ങിയത്.
നിഘണ്ടുക്കളും ശബ്ദകോശങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. കേരള ഭാഷാ നിഘണ്ടു, വേദശബ്ദ രത്നാകരം, സംഗ്രഹീത ശബ്ദതാരാവലി, ഗണിതശാസ്ത്ര നിഘണ്ടു തുടങ്ങി 20ഓളം നിഘണ്ടുക്കൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റേതായുണ്ട്. 1,00,000-ൽ പരം പുതിയ സാങ്കേതിക പദങ്ങൾ ഉൾക്കൊള്ളുന്ന 16 ശബ്ദാവലികൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷൻ ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നിക്കൽ ടെർമിനോളജിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നിരവധി ശബ്ദാവലികൾ, ശബ്ദകോശങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. CSTT എന്ന് പറയുന്ന കേന്ദ്ര സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നിരവധി ശബ്ദകോശങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയത്. ഈ ഗ്രന്ഥങ്ങൾ, അഖിലേന്ത്യാ തലത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ഇംഗ്ലീഷിലുള്ള ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഐകരൂപ്യമുള്ള പദാവലി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശബ്ദകോശങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ വിഷയത്തിനും അതിനധിഷ്ഠിതമായിട്ടുള്ള ശബ്ദകോശങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പം ജിയോളജി, ഭൂമശാസ്ത്രം, അതേപോലെ ജോഗ്രഫി, ചരിത്രം, പിന്നെ സാമ്പത്തിക ശാസ്ത്രം, അർത്ഥശാസ്ത്രം, രാഷ്ട്രമീമാംസ, ഇത്തരത്തിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾക്ക് ബാധകമായ തരത്തിലുള്ള പുസ്തകം. ഞങ്ങൾ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നു, ആ വാക്കുകൾക്ക് തത്തുല്യമായ മലയാളം കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ശബ്ദകോശം തയ്യാറാക്കിയിട്ടുള്ളത്. 16ഓളം ശബ്ദകോശങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2-3 കൂടെ ഇപ്പോഴും അതിൻ്റെ പ്രസിദ്ധീകരണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ നിരവധി നിഘണ്ടുക്കൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, സംസ്കൃതം മലയാളം നിഘണ്ടു, അത്തരത്തിലുള്ള നിഘണ്ടുക്കൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ നിഘണ്ടുക്കളും ഭാഷാ പഠനത്തിന് അങ്ങേയറ്റം സഹായകരമായ ഓരോ ഗ്രന്ഥങ്ങളായിട്ട് പരിണമിച്ചിരിക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയ സംഭാവന NV കൃഷ്ണമാചാര്യരുടെ നേതൃത്വത്തിൽ ഒന്ന് ശബ്ദാവലിയാണ്. എല്ലാ വിഷയങ്ങൾക്കും ശബ്ദാവലി, ഗ്രന്ഥ നിർമ്മാണത്തിനുള്ളൊരു പ്രതിബന്ധം അതായിരുന്നു. പക്ഷേ ആ ശബ്ദാവലി പാൻ ഇന്ത്യൻ ടെർമിനോളജി ശബ്ദാവലിയായിരുന്നു. അത് സംസ്കൃത ജടിലമായതുകൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ട് 96-ൽ ഞാൻ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ ഈ ശബ്ദാവലി നിർമ്മാണത്തിൽ ഒരു പുതിയ നയം ആവിഷ്കരിച്ചു. കുട്ടികൾക്ക് മനസ്സിലാകുന്ന പദങ്ങൾ അതേ കണക്ക് തന്നെ ഇംഗ്ലീഷിൽ നിന്ന് എടുക്കുക എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ ഗ്രന്ഥ പരമ്പരയുടെ ഭാഗമായിട്ടായിരുന്നു. അതിൽ ഞങ്ങൾ മൗസിനെ മൂഷികനൊന്നും ആക്കില്ല, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇല്ലാതെ വിദ്യാർത്ഥി സമൂഹം അത് സമ്പൂർണ്ണമായി അംഗീകരിച്ചു. പുസ്തക നിർമ്മാണം മാത്രമല്ല ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം, മറിച്ച് കാലാനുസൃതമായി ഭാഷയെ നവീകരിക്കേണ്ടതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതലയാണ്. അപ്പോൾ എൻ്റെ ആദ്യം ബെഞ്ചമിൻ ബെയ്ലിയാണ് 1000-ൽ പരം ഉണ്ടായിരുന്ന ലിപി അച്ചടിക്ക് വേണ്ടി കുറച്ചത് 500 പിന്നീട് ഭരണഭാഷ മലയാളമാക്കിയപ്പോൾ അന്ന് ഈ ടൈപ്പ് റൈറ്റിങ്ങിൽ ഈ 500 അക്ഷരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് 90 കുറച്ചത് ശൂരനാട് കുഞ്ഞമ്പിള്ളി, NV കൃഷ്ണമാചാര്യർ അടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു. കൂടുതൽ ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ശബ്ദതാരാവലികളുടെ പ്രസിദ്ധീകരണത്തോടെയാണ്. നമുക്ക് സയൻസ് വിഷയങ്ങൾ, ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിലാക്കാനുള്ള വൊക്കാബുലറി, പദസഞ്ചയം നമുക്കില്ലായിരുന്നു. കാരണം പല വാക്കുകളും ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. NV കൃഷ്ണവാര്യർ സാറാണ് ആദ്യത്തെ ഡയറക്ടർ. ഞങ്ങളുടെ NV കൃഷ്ണവാര്യർ സാറാണ്. NV കൃഷ്ണവാര്യർ സാറാണ് അതിനുവേണ്ടി ആദ്യമായിട്ട് ഗ്ലോസറികൾ, ശബ്ദാവലികൾ നിർമ്മാണം ആരംഭിച്ചത്. അത് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിലും ചരിത്രം തുടങ്ങിയ ആർട്സ് വിഷയങ്ങളിലും എല്ലാമായിട്ട് ഒരു 10-25 ഗ്ലോസറികൾ ആദ്യം നിർമ്മിച്ചു. ഈ ഗ്ലോസറികളുടെ നിർമ്മാണത്തിന് ശേഷമാണ് നമ്മൾ ഈ ടെക്നിക്കൽ ബുക്സുകൾ, ശാസ്ത്ര വിഷയങ്ങൾ മലയാളത്തിൽ നമ്മൾ എഴുതിപ്പിച്ചു തുടങ്ങിയത്. അതിൽ 4630 പുസ്തകങ്ങളോളം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലേതാണ്ട് 2500 കോപ്പി, 2500 പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ പുതിയ പുസ്തകങ്ങളാണ്, ഫ്രഷ് ടൈറ്റിലാണ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ റീപ്രിൻറ്റുകളാണ്. കഥകളും കവിതകളുമൊക്കെ മാറ്റി നിർത്തി വൈജ്ഞാനിക പുസ്തകങ്ങൾക്കാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാധാന്യം നൽകി വരുന്നത്. 40 വാല്യങ്ങളായി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഡോക്ടർ BR അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികളുടെ പരിഭാഷ മലയാളത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെ. അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികളുടെ പരിഭാഷയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 10,000-കണക്കിന് പേജുകളുള്ള പുസ്തകം തുച്ഛമായ വിലയ്ക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലഭ്യമാക്കിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികളുടെ പരിഭാഷ പ്രസിദ്ധപ്പെടുത്തിയ ഏക ഇന്ത്യൻ ഭാഷ മലയാളമാണെന്നുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ഡൽഹിയിലുള്ള അംബേദ്കർ ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും മറാത്തി ഭാഷയിലായിരുന്നു. മറാത്തി ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത കൃതികളാണ് ഞങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. 40 വാല്യങ്ങളുണ്ട്. അതിൽ 20ഓളം വാല്യങ്ങൾ ഇപ്പോൾ തന്നെ വിറ്റ് തീർന്നു പോയിരിക്കുന്നു. അവയുടെ 2ാം പതിപ്പ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്.
അത് ഈ 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള 10 പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ഇപ്പോഴും വളരെ പ്രസക്തമായി നിൽക്കുന്നു. ആ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണത്തിനു മുമ്പും അതിനുശേഷവുമായി അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ലേഖനങ്ങളും ഗ്രന്ഥങ്ങളുമാണ്. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഋഗ്വേദ വ്യാഖ്യാനം 8 വാല്യങ്ങളിലായി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിരിക്കുന്നു. പ്രൊഫസർ ശ്രീവരാഹം ചന്ദ്രശേഖരൻ നായരാണ് ഗ്രന്ഥകർത്താവ്. ഋഗ്വേദം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. ആ പുസ്തകം നോക്കുമ്പോൾ അറിയാം, അന്വയം, അന്വയാർത്ഥം, അവതാരികാർത്ഥം, സാരാംശം, ഇങ്ങനെ ഓരോ മന്ത്രത്തിൻ്റെയും പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത അത് 8 വോള്യമാണത്. 8 അഷ്ടകങ്ങളായിട്ടാണ് ഋഗ്വേദം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഏറ്റവും വലിയൊരു സവിശേഷത, ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സായണാചാര്യൻ്റെ വ്യാഖ്യാനമാണ് മലയാളികളിൽ പലരും, സായണാചാര്യൻ്റെ ഭാഷ്യമാണ് മലയാളികളിൽ പലരും OMCയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ളത്, OMCയുടെ മലയാള പരിഭാഷയിലൂടെ, വ്യാഖ്യാനത്തിലൂടെ. പക്ഷേ ഇതിൽ വാസ്തവത്തിൽ ഋഗ്വേദത്തിൻ്റെ വൈദികാർത്ഥം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. പുസ്തകങ്ങളിൽ 90% അച്ചടിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാനമുദ്രണം പ്രസ്സിലാണ്. കേരള പിറവിയുടെ 60-ാം വാർഷികം പ്രമാണിച്ച് ഞങ്ങളുടെ ഗ്രന്ഥപരമ്പരയ്ക്ക് രൂപം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് 60 ആണ്ടത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. 56-ൽ 57-ലെ 1-ാം തെരഞ്ഞെടുപ്പ് മുതൽ 2017-ലെ 16-ാമത് തെരഞ്ഞെടുപ്പ് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും അപഗ്രഥനമാണ് ആ പുസ്തകം. ഡോക്ടർ എസ് രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ് അത് എഴുതിയിരിക്കുന്നത്. അത് നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും ആവശ്യമാണ്, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്, അതേപോലെ എക്കണോമിക്സ് വിദ്യാർത്ഥികൾക്കും സോഷ്യോളജിക്കാർക്കും ആവശ്യമാണ്. ഋഗ്വേദത്തിനു പുറമെ ഭഗവത്ഗീത, ബ്രഹ്മസൂത്ര വ്യാഖ്യാനം, വേദാന്ത ദർശനം, ഭാഗവത ഹൃദയം, വസിഷ്ഠസുധ തുടങ്ങി 100ഓളം ദാർശനിക കൃതികളും മഹാന്മാരുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളും പ്രശസ്ത സാഹിത്യകാരന്മാരുടെ സമ്പൂർണ്ണ കൃതികളുടെ സമഗ്ര പഠനവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു ദർശനമാല എന്ന് പറഞ്ഞിട്ടൊരു പരമ്പരയാണ് ചെയ്യുന്നത്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ളൊരു കാര്യമല്ല ചെയ്യുന്നത്. ഇപ്പം ബൃഹദാരണ്യോപനിഷത്ത്, നമ്മുടെ മാണ്ഡുക്യോപനിഷത്ത്, ഈശാവാസ്യോപനിഷത്ത്, കാഠകം തുടങ്ങിയ ഉപനിഷത്തുക്കളിലെ തന്നെ വ്യാഖ്യാനങ്ങളോടുകൂടിയാണ് ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് ശ്ലോകങ്ങൾ മാത്രം കൂടെ അങ്ങനെയല്ല, വിശദമായ വ്യാഖ്യാനം കൊടുത്ത് അങ്ങനെ ഈ ഉപനിഷത്തുക്കളിലെ ദർശനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. സർവകലാശാല പഠനം ലക്ഷ്യമിട്ട് ഭാരത കേരള ചരിത്രങ്ങൾ വിവിധ വാല്യങ്ങളായി ഉടൻ പ്രസിദ്ധീകരിക്കും. കേരളത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കാൻ നല്ല ഗ്രന്ഥങ്ങളില്ല, ഉള്ളത് ഇംഗ്ലീഷിലാണ് ഉള്ളത്. അതും സമ്പൂർണ്ണമെന്ന് പറയാനാവില്ല. ഇപ്പോഴും പൂർണ്ണമായ പുസ്തകം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേരള ജനചരിത്രം എന്ന് ബഹുവാല്യ കൃതിയായിട്ട് ഞങ്ങൾ പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേരളത്തിലെ മണ്ണ്, മനുഷ്യൻ, കാലാവസ്ഥ, കൃഷി, ആ കൃഷി എങ്ങനെയാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക് ഇടയായത്, എങ്ങനെയാണ് രാഷ്ട്രീയ അധികാരഘടന രൂപപ്പെട്ടു വന്നത്, എങ്ങനെയാണ് ഗോത്രവർഗത്തിൽ നിന്നും സാമൂഹ്യ ക്രമത്തിലേക്ക് മാറുന്നത്, രാജവാഴ്ച വരുന്നത് എങ്ങനെയാണ്, നാടുവാഴ്ത്തം എങ്ങനെയാണ്, ജന്മിത്തം എങ്ങനെയാണ്, ഭൂവുടമാബന്ധങ്ങളുടെ മാറ്റം എങ്ങനെയാണ് സാമൂഹ്യ പുരോഗതിക്ക് കാരണമായത്, ഇത്തരം അതിസൂക്ഷ്മമായ ജനങ്ങളെ സംബന്ധിക്കുന്ന പുതിയ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിന് ഞങ്ങൾക്ക് മാതൃകയായിട്ട് വന്നത്, അഥവാ ഞങ്ങളെ പ്രേരിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഘടകം, പ്രസിദ്ധ ഇന്ത്യ ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് ജനറൽ എഡിറ്ററായി ഒരു പീപ്പിൾസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ പരമ്പര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 36 വാല്യങ്ങൾ ഇതിനകം ഇറങ്ങിക്കഴിഞ്ഞു. അത് 20ഓളം വാല്യങ്ങൾ ലഭ്യമാണ്. ആ പുസ്തകമാണ് ഞങ്ങൾക്കിത് പ്രേരകമായത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രാചീന ഇന്ത്യയിൽ എങ്ങനെ വികസിച്ചു വന്നു, അത് സാമൂഹ്യ പുരോഗതിക്ക് എങ്ങനെ നിർണായകമായ പങ്കുവഹിക്കാൻ ഇടയാക്കി, അതാണ് ആ ജനചരിത്രം. അത് ഞങ്ങൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യാനുള്ള പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ കാലാവസ്ഥയെ നിരീക്ഷിച്ചാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ, ആ കാലാവസ്ഥയെ നിരീക്ഷിച്ചാണ് കേരളത്തിലെ കൃഷിയും സംസ്കാരവും. എങ്ങനെ ഇടവപ്പാതിയും തുലാവർഷവും കേരളത്തെ സ്വാധീനിക്കുന്നു, എങ്ങനെ മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും ഉണ്ടായി, അത് കവികൾ പറഞ്ഞതാണ്. അപ്പോൾ തുലാവർഷത്തിലെ മഴയത്ത് നടന്ന നെല്ലാണ് ധനു മകരം മാസങ്ങളിൽ കൊയ്യുന്നതും മകരക്കൊയ്ത്തായി മാറുന്നതും. ഇടവപ്പാതിയിൽ നടന്ന നെല്ലാണ് ചിങ്ങത്തിൽ കൊയ്ത് നമ്മൾ പുത്തരി ഉണ്ണുന്നതും ഓണം ഉണ്ണുന്നതും കന്നിയിൽ അവസാനിക്കും. നമ്മൾ കന്നിക്കൊയ്ത്തെന്ന് പറയുന്നു. ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥ എങ്ങനെയാണ്, മൺസൂൺ വരുന്നത് എങ്ങനെയാണെന്ന് നിരീക്ഷിച്ചാൽ കണ്ടുപിടിച്ചത്. ഒരു ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടിയല്ല. ആ ശാസ്ത്ര സത്യങ്ങൾ, ആ ചരിത്ര സത്യങ്ങളാണ് നമ്മൾ ഈ ജനചരിത്രത്തിൽ കൊണ്ടുവരുന്നത്. AR രാജരാജവർമ്മയുടെ സമ്പൂർണ്ണ കൃതികളും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സുവർണ ജൂബിലി വർഷത്തിൽ പ്രസിദ്ധീകരിക്കും. അപ്പം ഞങ്ങളുടെ ഏറ്റവും ഒരു പുതിയ പ്രോജക്റ്റ് AR രാജരാജവർമ്മയുടെ സമ്പൂർണ്ണ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളെന്ന് പറയുമ്പോൾ മലയാളത്തിലും സംസ്കൃതത്തിലും അദ്ദേഹം 40-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഇതുവരെ
മലയാളത്തിലോ മറ്റു ഭാഷകളിലൊന്നും വന്നിട്ടില്ല, ഒരു മൊത്തത്തിൽ സമ്പൂർണ്ണമായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങൾ, വ്യാഖ്യാനങ്ങൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് മൗലിക ഗ്രന്ഥങ്ങൾ, കേരള പാണിനീയമടക്കമുള്ള വ്യാകരണ ഗ്രന്ഥങ്ങൾ, വൃത്തമഞ്ജരി, സാഹിത്യഭൂഷണം, സാഹിത്യസാഹ്യം തുടങ്ങി അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും കൂടി ഞങ്ങളൊരു 5-6 വോല്യമായിട്ട്, വാല്യത്തിൻ്റെ എണ്ണം നിശ്ചയിച്ചിട്ടില്ല, ഏകദേശം ഒരു 5-6 വാല്യത്തിൽ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് പലപ്പോഴും എഴുതിയിട്ടുള്ള ചില കത്തുകൾ തുടങ്ങി ലിഖിത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കളക്ട് ചെയ്ത് ഒരു ഗ്രന്ഥ സമുച്ചയം നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിനകത്ത് മറ്റൊരു സവിശേഷത, ARൻ്റെ കേരള പാണ്ഡിത്യത്തിൻ്റെ 1ാം പതിപ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപടി നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണ്. ചിത്രശില്പ കലാരംഗങ്ങളിലെ ആധികാരികമായ പുസ്തകങ്ങൾക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാധാന്യം നൽകുന്നു. രവിവർമ്മയുടെയും കാനായി കുഞ്ഞിരാമന്റെയും ജീവിതം വരച്ചുകാട്ടുന്ന പുസ്തകങ്ങൾ വിൽപ്പനയിൽ മുന്നിലാണ്. ഇപ്പോൾ രാജാ രവിവർമ്മയെ പോലെയുള്ള ഇപ്പോൾ 150 വർഷം കഴിഞ്ഞിട്ടും രാജാ രവിവർമ്മയെക്കുറിച്ച് കാര്യമായ ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ താല്പര്യത്തിലാണ് അങ്ങനെ ഒരു രാജാ രവിവർമ്മയെക്കുറിച്ചൊരു പുസ്തകം, അത് ഞാൻ എഴുതിയതാണ്. 2 നാഷണൽ അവാർഡ് തന്നെ ആ പുസ്തകത്തിന് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ കാനായി കുഞ്ഞിരാമൻ സാറിനെ കുറിച്ച് അതിന് മുമ്പും ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. കാനായി കുഞ്ഞിരാമൻ ബൃഹദാകാരങ്ങളുടെ ശില്പി എന്ന് പറയുന്നൊരു പുസ്തകം, അതും ഏറെക്കുറെ കംപ്ലീറ്റ് വിറ്റ് പോയി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പല പ്രസാധകരും കൈയൊഴിഞ്ഞ സ്ഥലത്താണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ വിജയം നേടി എന്നുള്ളതാണ്. അത് എന്നെപ്പോലുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത് കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു അംഗീകാരവും ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്നതായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ആധികാരികമായി ഗ്രന്ഥങ്ങൾ എഴുതാൻ തയ്യാറുള്ളവർക്ക് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവസരമൊരുക്കുന്നു. ഓരോ മേഖലയിലെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് ഏത് ഭാഷയിലുള്ളതായാലും അതിനെ വൈജ്ഞാനിക രംഗത്തും മറ്റ് മേഖലകളിലുമുള്ളതിനെ മലയാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ചില മേഖലകളിൽ എഴുത്തുകാരെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് പുസ്തകങ്ങൾ എഴുതിക്കുന്നുണ്ട്. അങ്ങനെ എഴുത്തുകാരിലേക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും പോകുന്നുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എഴുത്തുകാരും വരുന്നുണ്ട്. പുതിയ എഴുത്തുകാർക്ക് അവസരം ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ ഇന്ന് ഈ സർവകലാശാല അധ്യാപകർ, പല വിഷയങ്ങളിലായി പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ ഗവേഷണ കൃതികൾ നല്ല മികവ് പുലർത്തുന്ന ഗവേഷണ കൃതികൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർ സമർപ്പിക്കുന്നു. അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ആധികാരികത പരിശോധിച്ചുകൊണ്ട് തന്നെ അത് പുസ്തക രൂപത്തിൽ ചെയ്യുന്നുണ്ട്. നിരവധി എഴുത്തുകാരാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ വളർന്നു വന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറയുമ്പോൾ എൻ്റെ ലേഖനം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് NV കൃഷ്ണവാര്യർ എഡിറ്ററായിട്ടുള്ള വിജ്ഞാനകേരളി മാസികയിലായിരുന്നു. ഞങ്ങൾക്കൊക്കെ അത് വളരെ പ്രചോദനകരമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനം. കോളേജ് അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള നിരന്തരമായ ബന്ധം എനിക്കുണ്ട്. എൻ്റെ ഒരു പുസ്തകം ആദ്യമായി പ്രസിദ്ധീകരിച്ചതും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ അതുവരെ ഒരു എഴുത്തുകാരനായിരുന്നില്ല. ജീവചരിത്ര സാഹിത്യം മലയാളത്തിൽ, ആത്മകഥാ സാഹിത്യം മലയാളത്തിൽ എന്ന് 2 പുസ്തകങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. പിന്നീട് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുവാനുള്ള അവസരങ്ങൾ കിട്ടി. 2ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താക്കൾക്ക് റോയൽറ്റി തുക നൽകുന്നതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. വനവാസി ഗോത്ര സമൂഹങ്ങളിലെ ലിപിയില്ലാ ഭാഷകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് ഗോത്രഭാഷാ നിഘണ്ടു പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഈ മേഖലയിലെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഇത് ഏറെ ഗുണകരമാകും. കാലങ്ങളായി വനവാസികൾ ഉപയോഗിച്ചു പോന്നതും മൺമറഞ്ഞതുമായ ഭാഷകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്ഷ്യമിടുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യാ ചരിത്രം പഠിക്കുമ്പോൾ സൈന്ധവ സംസ്കാരം അന്യം നിന്നുപോയി, നമുക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭാഷ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആ ഭാഷ സംസാരിക്കുന്ന ജനത ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇത് കേരളത്തിൽ സമീപകാലത്ത് സംഭവിക്കാൻ പോകുന്നൊരു ദുരന്തമാണ്. കഴിഞ്ഞ സെൻസസ് കണക്കനുസരിച്ച് 36 ഗോത്രവർഗ ആദിവാസി വിഭാഗങ്ങൾ നമ്മുടെ മലയോര ജില്ലകളിൽ താമസിക്കുന്നുണ്ട്. ആ ഓരോ ഗോത്ര ജനതയ്ക്കും അവരുടേതായ ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് പക്ഷേ ലിപിയില്ല.
എഴുതി വയ്ക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അവരുടെ സമൂഹത്തിൽ അവരത് ഉപയോഗിക്കുന്നുണ്ട്. വിജ്ഞാനം അവർ ഒളിച്ചു വച്ചിരിക്കുന്നത് അവിടെയാണ്. ഉദാഹരണത്തിന് വയനാട് ജില്ലയിലെ കുറിച്യർക്ക് അവരുടേതായൊരു സമ്പന്നമായ വിജ്ഞാനമുണ്ട്. 20 ഇനം കാച്ചിലിനെ കുറിച്ച് അവർക്കറിയാം, 16 ഇനം നെൽവിത്തിനെക്കുറിച്ച് അവർക്കറിയാം, 12 ഇനം ചീരയെക്കുറിച്ച് അറിയാം. അതിനൊക്കെ അവരുടെ ഭാഷയിൽ വാക്കുകളുണ്ട്, നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല. അവരുടെ മക്കളെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ. ആ വിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ 10-15 കൊല്ലം കഴിയുമ്പോൾ അവരുടെ ഗോത്രഭാഷ ആവശ്യമില്ലാത്തതുകൊണ്ട് മറക്കും, ഉപേക്ഷിക്കും. അപ്പോൾ ആ ഗോത്രഭാഷയിൽ നിൽക്കുന്ന വിജ്ഞാനം അന്യമാകുന്ന ആ വിജ്ഞാനത്തെ സംരക്ഷിക്കേണ്ടത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയരുടെ കടമയാണ്. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഗോത്രഭാഷ ലഘുവിജ്ഞാനകോശം ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. കുറിച്യരെക്കുറിച്ചുണ്ട്, മലമ്പണ്ടാരങ്ങളെക്കുറിച്ചുണ്ട്, മുതുവാൻ സമൂഹത്തെക്കുറിച്ചുണ്ട്, മന്നാൻ, ഇടുക്കിയിലെ മന്നാൻ കാശിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ അടുത്ത ഏതാനും മാസങ്ങൾക്ക് പുസ്തകമാക്കി വെളിയിറക്കാൻ സാധിക്കും. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വായനക്കൂട്ടം എന്ന പുതിയ പദ്ധതിക്കും വൈകാതെ തുടക്കമിടും. ആഴ്ചയിൽ 1 മണിക്കൂർ വായനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക, പൊതു ചർച്ച സംഘടിപ്പിക്കുക. അപ്പോൾ അത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ സഹകരിച്ച ഇക്കാര്യത്തിൽ നീങ്ങുന്നത്. NSS കോർഡിനേറ്റർമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സ്കൂളിലും ഇത് സംഘടിപ്പിക്കുന്നത്. കുറഞ്ഞത് 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആഴ്ചയിൽ 1 ദിവസം, ആഴ്ചയിൽ 1 മണിക്കൂർ വായനയ്ക്ക് വേണ്ടി, പൊതുവായനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. പാഠ്യേതരമായ കാര്യങ്ങൾ, അതിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഞങ്ങളുടെ വിജ്ഞാന കൈരളി എന്ന മാസികയിലൂടെ എത്തിക്കും. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപുസ്തകമായ വിജ്ഞാന കൈരളി സർവകലാശാലകൾ അംഗീകരിച്ച റിസർച്ച് ജേണൽ കൂടിയാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൈജ്ഞാനിക മാസികയായ വിജ്ഞാന കൈരളി 1969 മുതലാണ് ആരംഭിക്കുന്നത്. ഈ വൈജ്ഞാനിക മാസിക പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്യുന്നത് കേരളത്തിലെ അക്കാദമിക് സമൂഹത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്തരം ഒരു മാസിക പ്രവർത്തിച്ചു തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം വൈജ്ഞാനിക രംഗത്ത്, പ്രത്യേകിച്ച് വിവിധ വിജ്ഞാന മേഖലകളിൽ ഉണ്ടാകുന്ന പുതിയ വികാസങ്ങൾ അത് മലയാള ഭാഷയിൽ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാസിക തുടക്കമിട്ടത്. അപ്പോൾ അത് ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നമ്മുടെ മലയാള ഭാഷ വിവിധ വൈജ്ഞാനിക മേഖലകളിലുണ്ടാകുന്ന വികാസ പരിണാമങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുന്ന ഒരു ദൗത്യം വിജ്ഞാന കൈരളി ഇതുവരെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ, പ്രകൃതിശാസ്ത്രങ്ങളിൽ കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന വികാസ പരിണാമങ്ങളാണ് വിജ്ഞാന കൈരളിയുടെ വായനക്കാർ പരിചയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായി ഇതിൻ്റെ വായനക്കാരെന്ന് പറയുന്ന കേരളത്തിലെ കോളേജ് അധ്യാപകർ, ഗവേഷകർ, അതുപോലെ വിദ്യാർത്ഥി സമൂഹം, ഇവരാണ്. നമ്മളിപ്പോൾ പ്രധാനമായും നമ്മൾ ഇതുവരെ വിജ്ഞാന കൈരളി കോളേജ് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയുമാണ് വായനക്കാരായി കണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ അവരെ കൂടാതെ ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാർത്ഥികളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പഠനത്തിനും അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള വളർച്ചയ്ക്കും സഹായകമാകുന്ന പംക്തികളും ലേഖനങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. വായന വളരുമ്പോൾ പുസ്തകങ്ങൾ ചുരുങ്ങുകയാണ്. പകരം മുഴുവൻ പുസ്തകങ്ങളും ഭാവിയിൽ ഈ വായനയ്ക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിക്കഴിഞ്ഞു. പുതിയ മാധ്യമങ്ങളായ മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ ഈ ബുക്കുകൾ എന്നിവയിലൂടെ പരമാവധി വായനക്കാരുടെ അടുത്തേക്ക് പുസ്തകങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ 40 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളുടെ ഈ ബുക്കുകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മലയാളം ട്യൂട്ടർ, പുതിയ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിലൂടെ പരമാവധി വായനക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച ഭരണശബ്ദാവലിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ വായനക്കാർക്ക് ലഭ്യമാണ്. ഇത് ഈ കഴിഞ്ഞ മാസം പ്രകാശനം ചെയ്തിരുന്നു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ഭരണശബ്ദാവലി സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് വായനക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലെ പ്രധാനമായിട്ടും കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായിട്ടുള്ള പുസ്തകശാലകളുള്ളത്. മറ്റ് ജില്ലകളിൽ മറ്റ് പുസ്തകശാലകളിലൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ വായനക്കാർക്ക് കിട്ടുന്നതാണ്. പുസ്തകങ്ങൾ പരമാവധി ഡിസ്കൗണ്ട്, വിലക്കിഴിവിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽപ്പന നടത്തുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ 1 ലക്ഷം രൂപയ്ക്ക് ഒരുമിച്ച് പുസ്തകം വാങ്ങുമ്പോൾ 50% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഏക സ്ഥാപനം
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഭാഷയെ DTPക്ക് സജ്ജമാക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് ടെക്സ്റ്റ് കമ്പോസിങ്ങിന് ഫോണറ്റിക് സിസ്റ്റം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവിഷ്കരിച്ചു. പിന്നെ മലയാള തനിമ എന്ന പ്രസ്ഥാനം തുടങ്ങി. അതും DTP കമ്പ്യൂട്ടർ വിപ്ലവത്തിന് ഭാഷയെ സജ്ജമാക്കാൻ വേണ്ടിയായിരുന്നു. അതുപോലെ കൺസോർഷ്യമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് നമ്മളെ അംഗീകരിച്ചിരുന്നു. ഇപ്പം മോദി സർക്കാർ വന്നതോടുകൂടി അത് രണ്ടായി തിരിച്ച് നോർത്തെന്നും സൗത്തെന്നും പറഞ്ഞു. അപ്പോൾ നമുക്കതിന് കെട്ടിടം കെട്ടുന്നതിനും മറ്റ് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നേതൃത്വവും നമുക്ക് ലഭിക്കും. അതിനുള്ള എല്ലാ ചെലവും കേന്ദ്രം തന്നെ വഹിക്കും. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് ഡയറക്ടർ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ രചനകൾ അയക്കാം. കടലാസുകളോട് വിട പറഞ്ഞ് നമ്മൾ ഈ വായനയുടെ ലോകത്തേക്ക് കടക്കുമ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയുള്ള കേന്ദ്രങ്ങൾ പ്രാദേശിക ഭാഷകളെ ഒപ്പം നിർത്തി ദേശീയതയ്ക്ക് ശക്തി പകരുന്നു. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു ജനോപകാരപ്രദമായ വിഷയവുമായി വീണ്ടും കാണാം. നമസ്തേ.